അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ പാസാക്കുന്നതിൽ സർക്കാർ ഇപ്പോഴും മടിച്ചു നിൽക്കുന്നു എന്ന വിമർശനം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇത്തരം സംഭവവികാസങ്ങൾ വർദ്ധിക്കുന്ന ഈ ഘട്ടത്തിലും സമീപകാലത്ത് കേരളത്തിൽ നടന്ന കൊലപാതകങ്ങളുടെയും വിവാദ സമാധിയുടെയും ദൃശ്യങ്ങളാണ് ഇത്. പാലക്കാട് നെന്മാറയിൽ 3 പേരെ കൊലപ്പെടുത്തിയത് ചെന്താമര എന്ന നരാധമൻ. കൊലയിലേക്ക് നയിച്ചത് അന്ധവിശ്വാസം. തന്റെ കുടുംബം തകർത്തത് മുടി വളർത്തിയ സ്ത്രീയെന്ന ഏതോ മന്ത്രവാദിയുടെ വാക്കുകൾ. ജീവന് കൂടോത്രം ഭീഷണി എന്ന വിശ്വാസം. 5 വർഷം മുൻപ് യുവതിയെയും ജാമ്യത്തിലിറങ്ങിയ ശേഷം യുവതിയുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്തി. നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ടത് 2.5 വയസ്സുള്ള കുഞ്ഞ്. കിണറ്റിലെറിഞ്ഞു കൊന്നത് മാതൃസഹോദരൻ. ജോത്സ്യന്റെ വാക്കുകളാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് സൂചന. കേസിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇവിടെയും വില്ലനായത് അന്ധവിശ്വാസം തന്നെയെന്ന് തെളിയുന്നു. പത്തനംതിട്ട ഇലന്തൂരിലെ 2 സ്ത്രീകളുടെ നരബലി. കൊല്ലം ഓയൂരിൽ മന്ത്രവാദിയായ ഭർത്താവ് യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയത്. ഇടുക്കി കമ്പകത്താനത്ത് മന്ത്രവാദ സിദ്ധി ലഭിക്കാൻ സഹായിയും കൂട്ടാളിയും നടത്തിയ 4 കൊലപാതകങ്ങൾ. മരണാനന്തര ജീവിതത്തെപ്പറ്റിയുള്ള വിശ്വാസത്തിൽ അരുണാചൽ പ്രദേശിൽ മരിച്ചത് 3 അഭ്യസ്തവിദ്യരായ മലയാളി ചെറുപ്പക്കാർ. ഇത് സമീപകാലത്തെ മാത്രം കണക്കുകൾ. അതിനു മുൻപുമുണ്ടായിട്ടുണ്ട്. ആഭിചാരവും കൊലപാതകങ്ങളുമെല്ലാം അന്ധവിശ്വാസത്തിന്റെ മാത്രം പേരിൽ. വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലുമൊക്കെ മുൻപന്തിയിലാണ് കേരളമെന്ന് അവകാശപ്പെടുന്നു. എന്നിട്ടും അന്ധവിശ്വാസങ്ങൾക്കെതിരായ ബില്ല് അവതരിപ്പിക്കാൻ പോലും നാം ശ്രമിച്ചിട്ടില്ല. മഹാരാഷ്ട്രയും കർണാടകയും അസമും ബീഹാറും അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമങ്ങൾ പാസാക്കി. എന്നിട്ടും കേരളം അനങ്ങിയില്ല. 2006-2011 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ സമയത്തും 2014 രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും ബില്ല് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കരണ കമ്മീഷൻ 2019 ഒക്ടോബറിൽ തയ്യാറാക്കിയ ദുർമന്ത്രവാദ ആഭിചാരക്രിയ തടയൽ ബിൽ ഇനിയും ഇരുട്ടറയിൽ തന്നെ. ദുർമന്ത്രവാദം പോലുള്ള കുറ്റങ്ങളിൽ കോടതി ശിക്ഷിച്ചവരുടെ പേരും കുറ്റകൃത്യത്തിന്റെ വിശദാംശങ്ങളും പത്രങ്ങളിലൂടെ പരസ്യപ്പെടുത്തണമെന്നും ദുർമന്ത്രവാദത്തിന്റെ പ്രശ്നങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവത്കരിക്കണമെന്നും ബില്ലിലുണ്ട്. 1 വർഷം മുതൽ 7 വർഷം വരെ തടവും 5000 മുതൽ 50,000 വരെ പിഴയും ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. 2018 PT തോമസും 2021 KD പ്രസേനനും കൊണ്ടുവന്ന സ്വകാര്യ ബില്ലുകളും നിയമസഭ ചർച്ച ചെയ്തില്ല. അന്ധവിശ്വാസ കൊലപാതകങ്ങൾ തുടരുമ്പോഴും സർക്കാരിൽ നിന്ന് ബില്ലിൽ കാര്യമായ പ്രതികരണമില്ല. ബില്ല് നിയമവകുപ്പിന്റെ കൈവശം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. വകുപ്പിന്റെ അഭിപ്രായത്തിന് ശേഷം സർക്കാർ നടപടികളിലേക്ക് കടക്കുമെന്നും ഓഫീസ് അറിയിക്കുന്നു. ബില്ലിൽ പൊതുജനാഭിപ്രായം അറിയിക്കാൻ നോട്ടിഫൈ ചെയ്യുമെന്നാണ് നിയമമന്ത്രി P. രാജീവ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. അന്ധവിശ്വാസം തുടച്ചു നീക്കണം എന്ന പ്രതികരണം സുജാത S.ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കർണാടകയിൽ ഈ ബില്ല് പാസ്സാക്കിയതാണ്. മഹാരാഷ്ട്ര ഇതുമായി ബന്ധപ്പെട്ട നിയമമൊക്കെ കൊണ്ടുവന്നതാണ്. പക്ഷേ കേരളം എന്തുകൊണ്ട് മടിച്ചു നിൽക്കുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ നാട്ടിലെ ആളുകൾക്കുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. എന്ത് നിയമങ്ങളുമല്ലോ ഉണ്ട്, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ ബോധവൽക്കരിക്കണം ആൾക്കാരെ, അത്രേ പറ്റുള്ളൂ. പക്ഷേ എല്ലാത്തിനും ഞാൻ പറഞ്ഞത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് അങ്ങനെ തല്ലിക്കളയിൽ ചിലപ്പോൾ ഒരു മന്ത്രവാദമൊന്നോ അതൊന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ബേസിൽ എല്ലാ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് തള്ളാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. കൊലപാതകവും കാര്യങ്ങളുമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അതിനെ തടയണം. തടയില്ല, നല്ല ശിക്ഷയില്ല ഇവിടെ, അതാണ് ഒന്നാമത്തെ കാര്യം. എന്ത് ചെയ്താലും 3 ദിവസം കഴിയുമ്പോൾ അവർ ഇറങ്ങയില്ലേ, പിന്നെ എന്താണ് നല്ല ശിക്ഷ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നല്ല ശിക്ഷ കൊടുത്താൽ അതിനുള്ള പ്രതിവിധി കിട്ടും. നിയമം വരണം. കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ ഇങ്ങനെ ചെയ്യണതിന് പ്രത്യേകിച്ച് വരണം. ജയിലിൽ നിന്ന് ചാടണോണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. ഇതിനെ എതിർക്കാൻ ഒരു നിയമം വേണം, അത് ആരും അംഗീകരിക്കത്തില്ലല്ലോ. നിയമം പാസ്സാക്കണം, എന്തെങ്കിലും ഒരു ഇത് ചെയ്യണം. നമുക്കൊരിക്കലും അതിനെ റിലീജിയൻസിൻ്റെ പേരിൽ വെച്ചിട്ട് നമുക്കൊരു പുതിയൊരു വിശ്വാസമോ അങ്ങനത്തെ ഒരു ബില്ല് കൊണ്ടുവരാൻ ഒരിക്കലും പറ്റില്ല. അന്ധവിശ്വാസങ്ങളിൽ
ഒരു മിത്തായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. അതിൽ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ശാസ്ത്രീയമായിട്ടുള്ള ചിന്തയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായക്കാരനാണ്. അതൊരിക്കലും സാധിക്കില്ല. അത് ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ. അത് നിയമത്തിന് എന്തായാലും മാറ്റിമറിക്കാൻ പറ്റും തോന്നുന്നില്ല ഒരിക്കലും. വിശ്വാസങ്ങളൊക്കെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യമാണ്. അതൊക്കെ എങ്ങനെ ഒരു നിയമം കൊണ്ട് പാലിക്കാൻ കഴിയാം? ഒരിക്കലുമില്ല.